ഇന്ന് വായിക്കുന്നത് റഫീഖ് അഹമ്മദ്, നമ്മുടെ പ്രിയങ്കരനായ കവി, അദ്ദേഹത്തിൻ്റെ ഈ ചില്ലയിൽ നിന്ന് എന്ന പുസ്തകമാണ്. ഇത് ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകം കൂടിയാണ്. അതിൽ വളരെ സൂക്ഷ്മാനുഭവങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കവിയുടേതായിട്ടുള്ള കുറേ നിരീക്ഷണങ്ങളും. ഓരോ സംഭവത്തെയും നമ്മൾ എങ്ങനെ വായിച്ചെടുക്കുന്നു എന്നുള്ളതല്ലേ കാര്യം. അതിൽ ഒരു വ്രതമാസ സന്ധ്യയിൽ എന്ന ഒരു അധ്യായമാണ് ഞാൻ വായിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടേതടക്കം 3-4 മുസ്ലിം കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഗ്രാമത്തിൽ. അതുകൊണ്ട് തന്നെ നോമ്പ്, പെരുന്നാൾ മുതലായവ ഏറെക്കുറെ കുടുംബപരമായ ചില ചടങ്ങുകൾ എന്ന നിലയിൽ പരിമിതപ്പെട്ടിരുന്നു. നോമ്പ് മാസം ആരംഭിക്കുന്നത് ഞാൻ അറിയാറുള്ളത് പുലർകാലങ്ങളിൽ ബാപ്പയുടെ ഖുർആൻ പാരായണത്തിൻ്റെ നേർത്ത ഈണത്തിൽ നിന്നാണ്. ബാല്യത്തിൽ ആസ്മാ രോഗം കൊണ്ട് വളരെ ക്ലേശിച്ചിരുന്നതിനാൽ രാത്രികൾ മിക്കവാറും നിദ്രാഹീനങ്ങളായിരുന്നു. നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് നോക്കി ജനലഴികളിൽ പിടിച്ച് ഞാൻ നിൽക്കും. ഏഴാകാശത്തിനപ്പുറത്തെ അജ്ഞാത ലോകങ്ങളെക്കുറിച്ച് അന്നേരങ്ങളിൽ ഞാൻ സങ്കല്പിക്കും. ആകാശം കടയപ്പെട്ട പഞ്ഞി പോലെ ആയിത്തീരുകയും നക്ഷത്രങ്ങൾ ചിതറപ്പെടുകയും പർവ്വതങ്ങൾ കടപുഴങ്ങുകയും ചെയ്യുന്ന ഖിയാമം നാളിനെക്കുറിച്ചുള്ള ഭയാനക ചിന്തകളും എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകും. നിദ്രയും ഉണർവും കെട്ടുപിണയുന്ന പുലർകാലങ്ങളിൽ മന്ദതാളത്തിലുള്ള ഖുർആൻ ആലാപനം സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാത്ത അലൗകികമായ ഏതോ അവസ്ഥകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഓർമ്മകളിൽ അങ്ങനെ വിശേഷിച്ച് തങ്ങി നിൽക്കാവുന്ന ഒന്നും നോമ്പുമായി ബന്ധപ്പെട്ടില്ല. എങ്കിലും എല്ലാ റംസാൻ മാസത്തിലും അറിയാതെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്നുണ്ട്. അത് കുറിച്ചിടാൻ ശ്രമിക്കുകയാണിവിടെ. ഓണവും റംസാനും അക്കുറി ഒരുമിച്ചായിരുന്നു. മഴ നനവുള്ള പകലന്തിയുടെ മൂടിക്കെട്ടിയ ആകാശം. റോഡരികിലായിരുന്നു ഞങ്ങളുടെ വീട്. ഒരു ഉമ്മറത്തിണ്ണയുണ്ട്. മുളയഴികളുള്ള തട്ടിക അവിടെ തൂക്കിയിട്ടിരുന്നു. അവിടെയാണ് എൻ്റെ ഇരിപ്പ്. ഇലക്ട്രിക് വിളക്ക് അക്കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ എത്തിയിട്ടില്ലെന്നാണ് ഓർമ്മ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാല്യത്തിൻ്റെ ഓർമ്മകൾ അത്രയും നേർത്ത സാന്ധ്യ വെളിച്ചം പരന്നതാണ്. നോമ്പുതുറ കഴിഞ്ഞിരുന്നു. അടുക്കളയിൽ പാത്രങ്ങളുടെ കലപില ശബ്ദങ്ങൾ. മുനിഞ്ഞുള്ള എൻ്റെ ഇരിപ്പിൻ്റെ കാഴ്ചവട്ടത്തിലൂടെ പലതും കടന്നുപോയിക്കൊണ്ടിരുന്നു. പെരുന്നാളും ഓണവും ഒരുമിച്ച് വരുന്നതുകൊണ്ടായിരിക്കണം സർക്കാർ റേഷൻ കാർഡ് ഉടമകൾക്ക് എന്തൊക്കെയോ സൗജന്യങ്ങൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. റേഷൻ വാങ്ങിപ്പോകുന്നവരുടെ നിര അവസാനിച്ചു. പിന്നെയും നേർത്ത മങ്ങൂഴത്തിലൂടെ 2 പേർ പരവശപ്പെട്ടു വരുന്നത് ഞാൻ കണ്ടു. 2 വൃദ്ധകൾ. 2 പേരുടെയും തലയിൽ സാമാന്യം ഭാരമുള്ള സഞ്ചികളുണ്ട്. വേഷം കൊണ്ടറിയാം ഒരാൾ മുസ്ലിമും മറ്റേയാൾ ഹിന്ദുവുമാണ്. ഇരുവരും പരീക്ഷീണർ. വളരെ പ്രയാസപ്പെട്ടാണ് അവരുടെ നടത്തം. ഞങ്ങളുടെ വീടിന് ഏതാനും വാര അകലെ എത്തിയപ്പോഴേക്കും മുസ്ലിം വൃദ്ധ ഇനി നടക്കാൻ വയ്യെന്ന വിധം കുഴഞ്ഞ് വഴിയരികിൽ ഇരിപ്പായി. മറ്റേയാൾ എന്തു ചെയ്യണമെന്നറിയാതെ ചുറ്റിനും പകച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ വീട് കണ്ടെന്നു തോന്നുന്നു. ഇവിടെ ആളില്ലേ? മുറ്റത്ത് വന്ന് അവർ വിളിച്ചു ചോദിച്ചു. അടുക്കളയിൽ നിന്ന് ഉമ്മ പുറത്തേക്ക് വന്നു. ഉമ്മയെ കണ്ടതോടെ അവരുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു വെളിച്ചം വിടർന്നു. ആമിനുമ്മ, ഇങ്ങോട്ട് പോന്നോളൂ, ഇത് ഇങ്ങടെ കൂട്ടക്കാരനെയേ. ഉമ്മയോടായി അവർ തുടർന്നു. നിന്റെ കൂടെയുള്ളതാണേ തള്ള, അതിന് നോമ്പുണ്ടേ, നോൻപിറക്കാൻ കുറച്ച് വെള്ളത്തിനാ. അപ്പോഴേക്കും മുസ്ലിം വൃദ്ധ മുറ്റത്തെത്തി. 2 പേരെയും ഉമ്മ അകത്ത് വിളിച്ചിരുത്തി. നോമ്പ് തുറക്കാൻ പരിമിതമായ ചില വിഭവങ്ങളെ അന്ന് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. തരിക്കഞ്ഞി എന്ന് വിളിക്കുന്ന റവ കാച്ചിയ പായസം പോലുള്ള ഒരു പാനീയം. 2 ഗ്ലാസുകൾ പകർന്ന് ഇരുവർക്കും ഉമ്മ നീട്ടി. എനിക്ക് വേണ്ടൻ്റെ ഉമ്മാരെ, അതിന് കൊടുത്തോളൂ. അതിൻ്റെ കാര്യം വലിയ കഷ്ടാണേ. എന്നെ നോക്കിക്കൊണ്ടാണ് അവർ പറഞ്ഞത്. 3 ആൺമക്കൾ ഉണ്ടായിരുന്നതാ, 3ഉം പോയി. ആകപ്പാടുള്ളത് ഒരു പെണ്ണ. അതിനിപ്പോൾ കെട്ടിയോൻ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുക. പെണ്ണിനാണെങ്കിൽ പള്ളയിലുണ്ട്. തള്ളയോട് ഞാൻ പറഞ്ഞതാ, പോരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും എത്തിച്ചോളാന്ന്. അത് സമ്മതിക്കണ്ടേ? മുസ്ലിം വൃദ്ധ ഒന്നും പറഞ്ഞില്ല. നിർവികാരമായ മിഴികൾ ചിമ്മിത്തുറന്നുകൊണ്ട് അവർ നിശബ്ദമായി റവപ്പായസം കുടിച്ചുകൊണ്ടിരുന്നു. മടിക്കുത്തിൽ നിന്ന് അവർ ഒരു ചെറിയ പൊതിയെടുത്ത് തുറന്നു. വില കുറഞ്ഞ മിക്സ്ചർ ആയിരുന്നു അത്. അവർ എന്നെ മാടി വിളിച്ചു. മോൻ ബായോ? ഞാൻ മടിച്ചു നിന്നു. വൃദ്ധ തുടർന്നു. ആ പെണ്ണ് നോമ്പ് തുറന്നിട്ട് ഒന്നും തന്നിട്ടുണ്ടാവില്ല, ഓൾക്ക് വാങ്ങിയതാ. അപ്പോഴേക്കും ഉമ്മ എന്തൊക്കെയോ ചില പലഹാരങ്ങൾ കൊണ്ടുവന്നു വെച്ചു. മുസ്ലിം വൃദ്ധ അത് കൂട്ടുകാരിയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു.
ഇക്കൊന്നും വേണ്ടാന്നേ, നിങ്ങൾ വേഗം കഴിക്കാൻ നോക്ക്. കുടുംബത്താ പെൺകുട്ടി ഒറ്റയ്ക്കല്ലേ, ഈ ഇരുട്ടത്ത് വഴി ഇനി എത്ര പോണെന്നാ വിചാരിച്ചിരിക്കണേ? അമ്മുട്ടിയമ്മേ, നിങ്ങൾ ഞാൻ 4 മണിക്ക് നിൽക്കണതല്ലേ വരിയിൽ, നിങ്ങൾക്ക് നല്ല പൈപ്പ് ഉണ്ട് നിൽക്കറിയാം, നിങ്ങൾ എടുക്കാതെ നമ്മൾ കഴിക്കൂല. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരേ പാത്രത്തിൽ നിന്ന് പങ്കിട്ട് കഴിച്ചു. പിന്നെ ഇരുൾ വഴികളിലേക്ക് ഇറങ്ങി വിദൂരതയിലേക്ക് എങ്ങോ വേച്ചു നടന്നു മറഞ്ഞു. അവർ മറഞ്ഞതിൻ്റെ പാട് ബാല്യത്തിൻ്റെ നരച്ച ഓർമ്മച്ചുവരിലേക്ക് പടർന്നു. ശ്വാസത്തെ അറിയണമെങ്കിൽ ശ്വാസം മുട്ട് അനുഭവിക്കണം. വിശപ്പിൻ്റെ ശക്തിയും ഭക്ഷണത്തിൻ്റെ വിലയും അറിയണമെങ്കിൽ വിശക്കണം. വ്രതത്തിന് ഇതിൽ കൂടുതലായി എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വീണ്ടും ഒരു റംസാൻ മാസം വന്നെത്തിയിരിക്കുന്നു. ചാനലുകൾക്ക് ഇത് ഭക്ഷ്യമാസമാണ്. വൈവിധ്യമാർന്ന റംസാൻ വിഭവങ്ങളുടെ ചാനൽ കാഴ്ചകളാൽ സമൃദ്ധമാവുന്ന ദിനങ്ങൾ. വ്രതമെന്നാൽ തീറ്റയുടെ ഉത്സവമാകുന്നു. പകൽ സമയങ്ങളിൽ പട്ടിണി കിടക്കുന്നത് വൈകുന്നേരത്തെ തീറ്റയ്ക്കുള്ള ഊർജം സംഭരിക്കുന്നതിനെന്ന മട്ടിൽ. നോമ്പുകാലം കഴിയുന്നതോടെ ആശുപത്രികളുടെ കൊയ്ത്തുകാലം ആരംഭിക്കുന്നു. സംയമനത്തിൻ്റെയും ത്യജിക്കലിൻ്റെയും പാഠങ്ങൾ എവിടെയോ മറന്നുപോയിരിക്കുന്നു. ഇഫ്താർ പാർട്ടികൾ എന്ന പേരിൽ നടമാടുന്ന കൃത്രിമമായ മതസൗഹാർദ്ദ ഭക്ഷ്യമേളകൾക്കപ്പുറത്ത്, ദുർവ്യയം ചെയ്യപ്പെടുന്ന ആഹാരപാനീയങ്ങളുടെ കുമ്പാരങ്ങൾക്കപ്പുറത്ത് ഇരുണ്ട ആ സന്ധ്യയിലേക്ക് നടന്നു മറഞ്ഞ തമ്മിൽ പിണയുന്ന 2 നിഴലുകൾ ഓർമ്മകളിൽ ഇപ്പോഴും ഒളിച്ചു കളിക്കുന്നു. ഇരുണ്ട ആ സന്ധ്യയിലേക്ക് നടന്നു മറഞ്ഞ തമ്മിൽ പിണയുന്ന 2 നിഴലുകൾ ഓർമ്മകളിൽ ഇപ്പോഴും ഒളിച്ചു കളിക്കുന്നു.